നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ എയറിൽ അമ്മാനമാടുന്നത് ഇപ്പോൾ എം.വി. ഗോവിന്ദനാണ്. പാർട്ടി സെക്രട്ടറിക്ക് ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല. അടപടലം ബാലഗോപാൽ ഗോവിന്ദനെ തേച്ചൊട്ടിച്ച ബജറ്റ് എന്നാണ് പരിഹാസം വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് AI വിഷയമാണ്. AI-യോട് കടക്ക് പുറത്ത് എന്ന നിലപാടായിരുന്നു എം.വി. ഗോവിന്ദൻ ഉണ്ടായിരുന്നത്. എന്നാൽ ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ AI ബജറ്റിലും കയറിക്കൂടി. ഇതാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദന് ഹാലിളകാൻ കാരണം. ട്രോളന്മാർ വിടുമോ? മുൻപ് AI-യെ കുറിച്ച് ഗോവിന്ദൻ പറഞ്ഞതും എന്നാൽ ധനമന്ത്രി AI-ക്ക് പച്ചക്കൊടി കാണിച്ചതും കൂട്ടിച്ചേർത്താണ് പരിഹാസം വരുന്നത്. AI-ക്ക് പ്രോത്സാഹനം നൽകുന്നത് കൂടിയാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. AI-യുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് മിഷന് 7 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രത്യേക കേന്ദ്രം തുടങ്ങും. IBM-മായി സഹകരിച്ച് AI സാങ്കേതിക കോൺക്ലേവ് നടത്തും. ഇതൊക്കെയാണ് ബജറ്റിലുള്ളത്. എന്നാൽ എം.വി. ഗോവിന്ദന്റെ ആവശ്യങ്ങളായ പലതും ബജറ്റ് നിരാകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പറയാനുള്ളത് ക്ഷേമ പെൻഷൻ കാര്യം തന്നെയാണ്. ഗോവിന്ദൻ IA ആയ AI ബജറ്റിൽ കയറി കൂടിയതാണ് ട്രോളന്മാർ ആഘോഷമാക്കുന്നത്. ക്ഷേമ പെൻഷനോ അനുവദിച്ചില്ല. അപ്പക്കച്ചവടത്തിനെങ്കിലും ഒരു 2 കോടി അനുവദിക്കാമായിരുന്നു എന്നും പരിഹാസങ്ങൾ വരുന്നുണ്ട്. AI വിഷയത്തിൽ മുൻപ് എം.വി. ഗോവിന്ദൻ പറഞ്ഞത് AI സംവിധാനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്നും ഇത് ചൂഷണത്തിന് വഴിവെക്കും എന്നുമായിരുന്നു. AI സംവിധാനം വഴി ഉൽപ്പാദിപ്പിക്കുന്നവയെല്ലാം സ്വകാര്യ സമ്പത്തിന്റെ ഭാഗമാണെന്നും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. AI സംവിധാനം ഇപ്പോൾ ലോകത്ത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. AI സംവിധാനം വഴി ഉൽപ്പാദിപ്പിക്കുന്നവയെല്ലാം സ്വകാര്യ സമ്പത്തിന്റെ ഭാഗമാണ്. ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു പരിധിവരെ അത് രാജ്യത്തിന്റെ സമ്പത്തായി മാറും. എന്നാൽ മുതലാളിത്ത സമൂഹത്തിൽ ആ സമ്പത്ത് മുഴുവൻ കുന്നുകൂടി കുത്തകകളുടെ കയ്യിൽ എത്തിച്ചേരും. തൊഴിലില്ലായ്മ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. മനുഷ്യകുലത്തെ ഒന്നായി മുന്നോട്ട് നയിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണിത് എന്നായിരുന്നു എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ അതിനു മുൻപ് മറ്റൊരു പ്രസ്താവന AI വിഷയത്തിൽ എം.വി. ഗോവിന്ദൻ നടത്തിയിരുന്നു. AI വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കും എന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. AI മൂത്തു വന്നാൽ മാർക്സിസത്തിന് എന്താ പ്രസക്തി എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും മാർക്സിസത്തിനാണ് പ്രസക്തി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ചൂണ്ടിക്കാണിക്കുന്ന മുതലാളിത്തത്തിന്റെ പ്രധാന പ്രശ്നം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നതുമാണ്. വിവിധ തലങ്ങളിൽ പ്രയോഗിച്ച് മുന്നോട്ട് വന്നാൽ 60% ആളുകളുടെ ജോലി AI ചെയ്യും. അടുത്തിടെ എൻ്റെ സുഹൃത്ത് കുടുംബത്തോടൊപ്പം ബീച്ചിലെ പാറയിലിരിക്കുന്ന ചിത്രം മഞ്ഞുമൂടിയ ഹിമാലയത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് AI-യുടെ സഹായത്തോടെ മാറ്റുന്നത് കണ്ടു. എന്താകും ഫലം? ഡിസൈനർമാരുടെ പണി പോയില്ലേ? ചിത്രം വരയ്ക്കാനും സിനിമ നിർമ്മിക്കാനുമെല്ലാം AI-ക്ക് കഴിയും. അതും സുഹൃത്തുക്കൾ കാണിച്ചു തന്നിട്ടുണ്ട്. 60% അധ്വാന ശേഷി AI-ക്ക് ഏറ്റെടുക്കാനാകും. മാർക്സ് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന അന്തരമാണ് പറഞ്ഞത്. എന്നാൽ AI സമ്പത്തിന്റെ വിഭജനത്തിന് കാരണമാകുന്നു. അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ AI മൂത്താൽ അത് സോഷ്യലിസത്തിലേക്കുള്ള വളർച്ചയാണ്. ഒരു സംശയവും വേണ്ട എന്നിങ്ങനെയായിരുന്നു എം.വി. ഗോവിന്ദന്റെ പരാമർശം. അങ്ങനെ ആദ്യത്തെ പരാമർശം വിവാദമായപ്പോൾ പിന്നീട് അത് പാടെ തിരുത്തിക്കൊണ്ട് ഇതിന്റെ എല്ലാ നല്ല വശങ്ങളും അനുഭവിക്കാൻ പോകുന്നത് സമ്പന്നരും ബൂർഷകളും ഒക്കെയാണെന്നും എല്ലാം ബൂർഷകളുടെ കയ്യിലെത്തും എന്നൊക്കെയാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. ഇപ്പോൾ ബജറ്റിൽ പോലും AI-യെ അംഗീകരിച്ചതോടെ അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ബൂർഷ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ അടപടലം എം.വി. ഗോവിന്ദൻ എടുത്തുടുക്കുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. എയറിൽ കിടന്ന് കറങ്ങുന്നതും ഗോവിന്ദൻ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.